എല്ലാവർക്കും നമസ്കാരം. സുൽത്താനാണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീടുണ്ട്, സംഷീറിൻ്റെ വീട്. എൻ്റെ തൊട്ട അടുത്ത് തന്നെയാണ് വീടുള്ളത്. അവൻ്റെ വീടൊന്ന് കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് വീടുണ്ടാക്കിയിരുന്നത്. ഒരു അറബിക് ടച്ചിലൊക്കെയാണ് അവൻ വീടുണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല അവൻ്റെ ഫർണിച്ചറുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്തോനേഷ്യ എന്നാണ്. ഫർണിച്ചറുകളും പിന്നെ അതുപോലെ ഹാൻഡ് റൈറ്റ്സ് ഇതെല്ലാം അവൻ ഇന്തോനേഷ്യ എന്നാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അസ്സലാമു അലൈക്കും. ലൈറ്റുകളൊക്കെ ഒന്ന് ഇടാൻ പറ്റുമെങ്കിൽ എനിക്ക് ലൈറ്റ് ഒന്നും ഓണായി തരല്ലോ അല്ലേ? അടിപൊളി സോഫാണ്. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചാലോ? ഇതാണ് നമ്മുടെ സുഹൃത്ത്. ക്യാമറയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഫർണിച്ചറുകൾ ഇതെല്ലാം ഇന്തോനേഷ്യ കൊണ്ടുവന്നല്ലേ? ഇന്തോനേഷ്യ ആണല്ലേ? കസ്റ്റമൈസ് ചെയ്ത് അല്ലേ? നീ പറഞ്ഞ് പ്രകാരം ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തത് പ്രകാരം അവരോട് ചെയ്ത് തരും. അതിന്റെ ഡ്രോയിങ് അവർക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ട് അവരത് അത് പ്രകാരം ചെയ്തിട്ട് തരൂല്ലേ? അതിൽ മാറ്റങ്ങളൊന്നുമില്ല, കറക്റ്റ് അതുപോലെ തന്നെ ചെയ്തു. 99% നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ ചെറിയ വ്യത്യാസം മൈന്യൂട്ടായിട്ടുള്ള അത്രേ ഉള്ളൂ. അതായത് ഫർണിച്ചർ ആണ് മെയിൻ ആയിട്ട്. വാർഡ്രോബ് ചെയ്താണ്. സോഫ, ബെഡ്, പിന്നെന്താ അതിലേക്കുള്ള മാട്രസ് ഒക്കെ ഇവിടെ നിർത്താണോ? ഇവിടെ നിർത്താണല്ലോ അല്ലേ? ഹാൻഡ് റെയിൽസ് എല്ലാം ഇതെല്ലാം ഇന്തോനേഷ്യൻ മഹാഗണിയിലാണ്. അവിടുന്ന് ചെയ്ത് വന്നല്ലേ? ആന്റിക് ഫിനിഷിൽ വന്നാണല്ലേ? സൈസൊക്കെ അതുപോലെ പറഞ്ഞു കൊടുത്താൽ അത് അവിടുന്ന് ആള് വന്നു, ഇന്തോനേഷ്യയിൽ ആള് വന്നിട്ട് അവരെ മെഷർ ചെയ്തിട്ട് പോയി. സാധാരണ ചെയ്യുന്നത് ഇതിലാണ്, എന്താ പറയാ, അലോയിലാണ് ചെയ്യുന്നത്. ഞാനത് മാറ്റി ചെയ്യാൻ വെച്ചാൽ ഇത് മഹാഗണി തന്നെയാണ് ചെയ്തല്ലേ? ഇതും അതുപോലെ തന്നെ നമ്മളെ മഹാഗണി വന്നാൽ തന്നെ വരാണ് എല്ലാം ഒറിജിനൽ വുഡ്. ഈ പീസ് ചൈന നിർത്തതാണ്. ഇത് ചൈന നിർത്താണ്. അതേപോലെ ഈ ക്ലോക്ക് ചൈന കൊണ്ടുവന്നാണ് അല്ലേ? അവിടെ ഈ കാർപ്പറ്റ് എവിടെ വാങ്ങിയത്? ഏകദേശം ആ ദിറംസ് വരുന്നതല്ലേ? ഒരു 10-12,000 ആ റേഞ്ചിൽ ഇവിടെ വരുന്നല്ലേ? വാൾപേപ്പർ അല്ലേ? ചൈന നിർത്താം. ഈ ലൈറ്റുകളൊക്കെ ചെയ്താണല്ലേ? രാത്രി അത്യാവശ്യം LED വെളിച്ചുണ്ടാവും. ഓക്കെ. ഇതിപ്പോ നമുക്ക് റൂമിൽ തന്നെ ഇരുന്നിട്ട് ഒരാൾക്ക് കിടക്കാനും പറ്റും. ഇതൊരു നല്ലൊരു ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണിത്. നമുക്ക് എല്ലാവർക്കും ഇരിക്കാനും ഒരാൾക്ക് കിടക്കാനൊക്കെ പറ്റാണ്. ഇത് മസ്കറ്റ് ഉണ്ടോ? നല്ല ഇതിന്റെ ബാക്കിൽ നിന്ന് സാധനം തപ്പിയെടുത്തല്ലേ? അത്യാവശ്യം സൗകര്യം ഉണ്ടല്ലോ അല്ലേ? പ്ലേ റൂം അതിലും. ഈ കാർപ്പറ്റ് എവിടുന്ന് കൊണ്ടുവന്നാണല്ലേ? ഓക്കെ.
അപ്പോൾ ഈ കർട്ടൻസ് ഒക്കെ ഇവിടുന്ന് വാങ്ങിയാണല്ലോ കൊണ്ടുവന്നത്? അല്ലല്ല, കർട്ടൻസ് ഒക്കെ ഇവിടെ കസ്റ്റമൈസ് ചെയ്തതാണ്. ഇവിടെ താഴത്തെ എത്ര ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്? 2 ബെഡ്റൂം. ആ, ഇതാണ് അടുത്ത ബെഡ്റൂം. താഴത്തെ 2 ബെഡ്റൂമിൽ രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ? ഇത് വേറൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ആ കളറിന് തന്നെ ഇവിടെ ഇത് ചെയ്തെടുത്താണ് അല്ലേ? ലൈറ്റ്, ആ ലൈറ്റുകളൊക്കെ ഇവിടുന്ന് വാങ്ങി ആ കിട്ടാണ്ട്, പക്ഷെ വില കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഓക്കെ, ഇതും ജാഗാറും ടോട്ട തന്നെ ആയിരിക്കും ഉപയോഗിച്ചല്ലേ? ഞാൻ പിന്നെ അതിൽ കൂടുതൽ കടക്കുന്നില്ല. ഇത് ഇവിടെ കിട്ടാണ്ടല്ലോ സാധനം? സാധനങ്ങളല്ല, പക്ഷെ പിന്നെ പെട്ടെന്ന് കിട്ടൂല, കളക്ഷൻസ് കുറവായിരിക്കും. പിന്നെ ഉള്ളത് വെച്ച് നമ്മൾ ഒപ്പിക്കേണ്ടി നമ്മൾ വിചാരിച്ച സാധനങ്ങൾ കിട്ടണമെന്നില്ലല്ലോ. ഒന്ന് കിച്ചണ് ആരുണ്ടാവുമോ? ഓക്കെ, കിച്ചണിൽ ഇത് പിന്നെ കിച്ചണിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇത് ഇവിടുന്ന് ആണോ ഈ ഹോബുകളൊക്കെ? ചിമ്മിനി ഒക്കെ കൗണ്ടറല്ലേ? ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് അല്ലേ? ഇത് ഇവിടുന്ന് ചെയ്താണോ? അത് ആണല്ലേ? അറിഞ്ഞോളൂ അല്ലേ? ഓക്കെ. ഇത് കോർണർ ഷെൽഫ്, ഇത് ഷെൽഫ് വെറുതെ കൊടുത്താണ്. ആ, ഇത് മൊത്തമായിട്ട് കൊണ്ടുപോരും അല്ലേ? ഇത്ര മതി അല്ലേ? സ്ലോലി ബുക്ക് കയറി. ആ, നല്ല കയറിക്കുള്ളൂ അല്ലേ? മേലത്തെ ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിനേഷൻ്റെ ഫർണിച്ചറാണ്. കട്ടിലാണെങ്കിലും പിന്നെ അതുപോലെ 2 സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലായിട്ട് ഒരു ലെതർ ബോർഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ താഴത്ത് കണ്ട പോലെ തന്നെ വാർഡ്രോബ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ബെഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു കൺസോൾ കൊടുത്തിട്ടുണ്ട്, മിറർ കൺസോൾ കൊടുത്തിട്ട് വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട് ചുമരായിട്ട്. പിന്നുള്ളത് ഇവിടെ ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ഈ ബെഡ്റൂമിൻ്റെ ഞാൻ കാണിച്ചു തരാം, ഒരു അടിപൊളി ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു ബോഡി ജെറ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഗ്രോഹേൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ ഏറ്റവും വലിയ ബാത്റൂം. ഓക്കെ, പിന്നെ അടുത്തത് അപ്പോൾ നമുക്ക് ഇതൊക്കെ അടച്ചേക്കാം. ഇത് മേലുള്ള ലിവിങ്. ഇതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞത്. മാർബിൾ അടിപൊളിയായിട്ട് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്ത മാർബിളാണ്. ഇത് ഡയാനാണ് വാങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം തേക്ക് തന്നെയാണ്. ഇതെല്ലാം തേക്കിലാണ് ചെയ്തത്. പിന്നെ സീലിംഗ് ചെയ്തിരിക്കുന്നത് ജിപ്സവും പിന്നെ ഉള്ളിൽ പ്ലൈവുഡിൽ വിനീറാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഡൈനിങ് ടേബിളും ഇവിടെ നിന്ന് തന്നെ വാങ്ങിയാണത്. ഇത് ഇൻഡിനേഷൻ്റെ അല്ല, ഇത് ഇവിടെ നിന്ന് വാങ്ങിയാണ്. ബാത്റൂമിൻ്റെതും ഇത് തേക്കിൻ്റെ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അടുത്തത് നമ്മുടെ ഈ വീട്ടിലെ ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിവിടെ ചെയ്തതാണ്. ഇത് ഇൻഡിനേഷന് കൊണ്ടുവന്നതാണ്. 2 സൈഡിലായിട്ട് കോട്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് ടേബിള്, പിന്നെ നല്ലൊരു അടിപൊളി ഫ്രെയിം കൊടുത്തിട്ട്. ഇതാണ് ബാത്റൂം. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഈ വീടിൻ്റെ കിഡ്സ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതാണ് കിഡ്സ് ബെഡ്റൂം. ഒരു പിങ്കിഷ് ടച്ചിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ബെഡ്റൂമാണ്. നല്ലൊരു ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 സൈഡിലും കോട്ട് ബോക്സ് ഉണ്ട്. ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം അതും വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഇവിടെ ജാഗ്വാർ, ടോട്ടോ പിന്നെ ഗ്രോഹ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തേക്കിറങ്ങാം.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.